വെൽക്കം ടു ഓൾ. ദിസ് ഈസ് സാഗരിക ഫ്രം നാച്ചുറൽ സയൻസ്. ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന ക്ലാസ് എന്ന് പറയുന്നത് എനർജി സിസ്റ്റം ആൻഡ് ദ ഫിസിയോളജിക്കൽ എഫക്റ്റ് ഓഫ് എക്സസൈസ്. ആദ്യം നമുക്ക് എനർജി സിസ്റ്റത്തിനെ പറ്റിയിട്ട് പഠിക്കാം. വാട്ട് ഈസ് എനർജി? എനർജി എന്ന് പറയുന്നത് എന്താണ്? എനർജി ഈസ് ദ എബിലിറ്റി ടു ഡു വർക്ക്. നമുക്കറിയാം, നമുക്ക് ഏതൊരു പ്രവൃത്തി ചെയ്യേണ്ടെങ്കിൽ, ഏതൊരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യേണ്ടെങ്കിൽ ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് ബോഡിയിൽ വേണ്ടത് എന്താ? എനർജി ആണല്ലേ. ഓക്കെ, അപ്പം വാട്ട് ഈസ് സിസ്റ്റം? ഇനി അടുത്തതെന്ന് പറയുന്നത് വാട്ട് ഈസ് സിസ്റ്റം. സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സെറ്റ് ഓഫ് കണക്റ്റഡ് തിങ്സ്, അതായത് എന്തിനെയൊക്കെയോ കണക്ട് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് കോർഡിനേറ്റ് ചെയ്ത് ഫംഗ്ഷൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? സിസ്റ്റം എന്ന് പറയുക അല്ലേ. അപ്പം എനർജി സിസ്റ്റം എന്താണെന്ന് നമുക്കിനി ലേറ്റർ വരുന്ന സ്ലൈഡിലേക്ക് നോക്കാം. അതിനു മുമ്പ് വേർ ഡസ് ദ എനർജി കം ഫ്രം? ഈ പറഞ്ഞ എനർജി എന്ന് പറയുന്ന ആ ഒരു ഇത് എവിടെ നിന്നാണ് വരുന്നത്? ഫുഡ് ഈസ് ദ സോഴ്സ് ഓഫ് എനർജി അല്ലേ. നമുക്കറിയാം, ഫുഡ് കഴിക്കുന്നത് വഴിയാണ് നമുക്ക് എന്ത് എനർജി കിട്ടുന്നത് അല്ലേ. നമ്മളിപ്പോൾ ഒരു ഫുഡ് കഴിച്ചാൽ മാത്രമേ നമുക്ക് ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിയിലകത്ത് നമുക്ക് ഇൻവോൾവ് ചെയ്യാനും അതിൻ്റെ അകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ഹെൽത്ത് കിട്ടുന്നത് വഴിയായിരിക്കും, എനർജി കിട്ടുന്ന വഴി, അതായത് ഫുഡ് കഴിക്കുന്നത് വഴിയായിരിക്കും ഈ പറഞ്ഞ എനർജി കിട്ടുന്നുണ്ടാവുക. The food that we consumed get digested with the help of enzymes, which helps to break down the substance, and it helps to release energy as a heat in the form of ATP. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്താ ഡൈജസ്റ്റ് ആവുന്നുണ്ട് അല്ലേ. ഡൈജസ്റ്റ് ആവുന്ന പറയുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് അവിടെ എൻസൈമായിട്ട് നമ്മുടെ ബോഡീൻ്റെ അകത്ത് പലതരം ഓർഗൻസ് ഉണ്ടല്ലേ. ഈ പറയുന്ന ഓർഗൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈമുമായിട്ട് എന്ത് ആക്ട് ചെയ്തിട്ട് അത് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടാണ്, ഓക്സിജൻ്റെ പ്രസൻസോട് കൂടി ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടാണ് എന്ത് എനർജി റിലീസ് ചെയ്യുന്നത്. എനർജി റിലീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു ഹീറ്റ് എനർജി ഫോമിൽ, ഹീറ്റ് ആയിട്ടാണ് ഈ പറഞ്ഞ എനർജി റിലീസ് ആകുന്നത്. ആ എനർജിക്ക് പറയുന്ന നമ്മളൊരു പേരുണ്ട് ATP, അതായത് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്നാണ് അതിൽ പറയാം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ATP നമ്മൾ നോക്കുന്നത് പറയാം. ATP എന്താണ് എനർജി? ATP എന്ന് പറയുന്നത് ഫുൾ ഫോം ഓഫ് ATP is adenosine triphosphate. It often known as energy transport molecule. Is a molecule that transport energy inside a cell. In the cell, it serve as a primary source of energy currency. അതായത് ഈ ATP എന്ന് പറയുന്നത് ATP it is a energy transport molecule. ATP എന്ന് പറഞ്ഞാൽ എനർജിയെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മോളിക്യൂളാണ് ഈ പറഞ്ഞ ATP, അതായത് അഡെനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ATP നമുക്ക് എന്താ സെൽസിൻ്റെ ഉള്ളിലാണ് കാണപ്പെടുക കൂടുതലായിട്ടും, അതായത് അതിൻ്റെ അകത്തായിരിക്കും ഇത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ആൻഡ് ഇൻ ദ സെൽസ് ഇറ്റ് സെർവ് ആസ് എ പ്രൈമറി സോഴ്സ് ഓഫ് എനർജി കറൻസി. ഇതെന്താ ഒരു എനർജി ഫ്ലോ ആയിട്ട്, അതായത് ഈ ATP എന്ന് പറയുന്നത് ഒരു എനർജി കറൻസി പോലെയാണത്, ഒരു എനർജി ഫ്ലോ പോലെയാണ് അവിടെ ഉണ്ടാവുക. ഇവിടെ സൈഡിൽ നമുക്ക് അതിൻ്റെ കെമിക്കൽ ഫോർമുല കാണാൻ വേണ്ടി പറ്റും, അഡെനോസിൻ ട്രൈഫോസ്ഫേറ്റിൻ്റെ. ഇനി അടുത്തത് ദ ടൈപ്പ് ഓഫ് എനർജി സിസ്റ്റം. എനർജി സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള എനർജി സിസ്റ്റം ആണ്, ഏതൊക്കെ ടൈമിലാണ് ഇത് യൂട്ടിലൈസ് ആവുന്നത്, എനർജി ഏതെല്ലാം ടൈമിലാണ് ഇത് യൂട്ടിലൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മളെ ഹ്യൂമൻ ബോഡിയിൽ മെയിൻലി 3 ടൈപ്പ് ഓഫ് എനർജി സിസ്റ്റമാണ് ഉള്ളത്. ഓക്കെ, അതിനകത്ത് ഒന്നെന്ന് പറയുന്നത് ATP-PC, അതായത് ഫോസ്ഫോജൻ സിസ്റ്റം എന്ന് പറയും. അതുപോലെ തന്നെ ലാക്റ്റിക് ആസിഡ് സിസ്റ്റം ഓർ അനേറോബിക് ഗ്ലൈക്കോലൈറ്റിക് സിസ്റ്റം ആൻഡ് എയറോബിക് സിസ്റ്റം ഓർ ഓക്സിഡേറ്റീവ് സിസ്റ്റം. ഇങ്ങനെ 3 തരത്തിലുള്ള എനർജി സിസ്റ്റമാണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ആദ്യം പറയാനുള്ളത് ATP സിസ്റ്റം. ഇതിനകത്ത് ATP-PC സിസ്റ്റത്തിനകത്ത് വരുമ്പോൾ ഇറ്റ് ഈസ് എ ഇമ്മീഡിയറ്റ് എനർജി സോഴ്സ്. അപ്പോൾ ഈ ഒരു ATP-PC സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്നുള്ളൊരു ആവശ്യത്തിന്, അതായത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു എനർജി സോഴ്സ് ആയിട്ടാണ് നമ്മൾ ഇതിനെ കണക്കാക്കുന്നത്, ഈ ഒരു സിസ്റ്റത്തിനെ കണക്കാക്കുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ഷോർട്ട് പവർഫുൾ ബേസ്റ്റ് ഓഫ് എനർജി, അതായത് പെട്ടെന്ന് ചെറിയൊരു പീരിയഡ് ഓഫ് ടൈമിലേക്ക് പെട്ടെന്നുള്ള ഒരു എനർജി പുഷിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു എനർജി സിസ്റ്റം നമ്മളെ ബോഡി യൂട്ടിലൈസ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ 10 സെക്കൻഡ്സ്, ചെറിയൊരു പീരിയഡ് ഓഫ് ടൈമിൽ മാത്രം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എനർജി സിസ്റ്റമാണ് ATP-PC എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ 100 മീറ്റർ സ്പ്രിൻറ്റിങ്, അതായത് 100 മീറ്റർ ഓട്ടത്തിനൊക്കെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 100 മീറ്റർ ഓട്ടം എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു ഡിസ്റ്റൻസ് ആണല്ലേ. പക്ഷെ അതിന് ആ ചെറിയൊരു ഡിസ്റ്റൻസിൽ നമ്മൾ ഓടി എത്തേണ്ടെങ്കിൽ അത്രയ്ക്ക് എനർജി നമ്മളെ ബോഡിക്ക് അത്യാവശ്യം ഉണ്ടാവും. ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു എനർജി നമ്മളെ ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ പവർ ലിഫ്റ്റിങ്, ഇപ്പോൾ വെയ്റ്റ് ലിഫ്റ്റിങ്ങിൻ്റെ കേസസിലാണെങ്കിൽ ചെറിയൊരു ടൈമിലേക്ക് മാത്രം നമ്മൾ പറയുന്ന
ഡംബൽ അല്ലെങ്കിൽ ഈ പറയുന്ന വെയിറ്റ് നമ്മൾ പൊക്കുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു ചെറിയൊരു പീരീഡിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു എനർജി നമ്മളെ ബോഡീൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മളെ ബോഡിയിൽ എനർജി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനെയാണ് ATPC സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ATPPC സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എന്ന് പറയുന്നത് ഒരു ഹൈ ഇൻറ്റൻസിറ്റി കാറ്റഗറിയിൽ വരുന്നൊരു എനർജി സിസ്റ്റമാണ്. ഇവിടെ അതുപോലെ തന്നെ നോ ഓക്സിജൻ ഈസ് റിക്വയർഡ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു എനറോബിക് ആയിട്ടുള്ളൊരു കണ്ടീഷനിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താ ഓക്സിജൻ ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പോൾ ആ ടൈപ്പ് എന്താണെന്ന് പറഞ്ഞാൽ ATPCനകത്ത് എത്ര മീൻസ് ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ ക്രിയേറ്റ് ചെയ്യുന്ന എനർജി ആയിരിക്കും. അതായത് ചെറിയൊരു ടൈമിൽ മാത്രം ആ ഒരു ടൈമിൽ മാത്രം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എനർജി സിസ്റ്റമാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 10 seconds ആണ്. പിന്നെ അതിൻ്റെ എക്സാമ്പിൾസ് സ്പ്രിൻറ്റിങ്ങും വെയിറ്റ് ലിഫ്റ്റ് 100 meter സ്പ്രിൻറ്റിങ്ങും അതുപോലെ തന്നെ വെയിറ്റ് ലിഫ്റ്റിംഗ് ആണ് അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. രണ്ടാമതായി പറയാം. അടുത്തത് ലാക്റ്റിക് ആസിഡ് സിസ്റ്റം ഓർ എനറോബിക് ഗ്ലൈക്കോസിലിക് സിസ്റ്റം. ലാക്റ്റിക് ആസിഡ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ബ്രേക്ക് ഡൗൺസ് ഗ്ലൂക്കോസ് വിത്തൗട്ട് ഓക്സിജൻ ടു പ്രൊഡ്യൂസ് ATP. നമുക്കറിയാം നമ്മളെ ബോഡീനകത്ത് ഫുഡ് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫോം എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ഫോമിലാണ് അല്ലേ. അപ്പോൾ ഈ പറയുന്ന ഗ്ലൂക്കോസ് നമ്മളിപ്പോൾ ഡൈജഷൻ്റെ അകത്ത് ഗ്ലൂക്കോസിനെ ഓക്സിജൻ്റെ പ്രസൻസിൽ ബ്രേക്ക് ചെയ്തിട്ടാണ് എന്ത് ATP പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെ. പൊതുവേ അങ്ങനെയാണ്, മെറ്റബോളിസത്തിനകത്ത് അങ്ങനെയാണ് ATP പ്രൊഡ്യൂസ് ചെയ്തത്. പക്ഷേ ഈ ഒരു കേസിനകത്ത് ഇവിടെ ഓക്സിജൻ റിക്വയർമെൻറ്റ് വരുന്നില്ല. ഓക്കെ, ഓക്സിജൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. അല്ലാണ്ട് തന്നെ ഗ്ലൂക്കോസിനെ ബ്രേക്ക് ചെയ്തിട്ട് ATP ആവുകയാണ് ചെയ്യുന്നത്. അവിടെ എന്താ ഓക്സിജൻ്റെ ഹെൽപ്പ് കൂടാതെ ATP പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ മീഡിയം ലെങ്ത് എക്സസൈസ് ദാറ്റ് കോസ് ബേണിംഗ് ഫീലിംഗ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെന്ന് പറയുന്നത് ഒരു മീഡിയം ലെങ്ത് എക്സസൈസിനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നേരത്തെ നമ്മൾ എന്തായിരുന്നു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു ആവശ്യത്തിനാണ് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടാണ് നേരത്തെ പറഞ്ഞ ATPC എന്ന് പറയുന്നത് ATPPC എന്ന് പറഞ്ഞ ഒരു എനർജി സിസ്റ്റം യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എന്ന് പറയുന്നത് ഒരു മീഡിയം ലെങ്ത് എക്സസൈസിന് ആയിരിക്കും ഈ ഒരു തരത്തിൽ, അതായത് ലാക്റ്റിക് ആസിഡ് സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് എന്താ ഒരു ഹൈ ഇൻറ്റൻസിറ്റി കാറ്റഗറിയിൽ വരുന്ന ഒരു എനർജി സിസ്റ്റമാണ്. ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് നേരത്തേതിനെക്കാട്ടി കുറച്ചും കൂടെ കൂടുതലാണ്, 10 seconds to 2 minutes. അതെന്ന് വെച്ചാൽ ഇതൊരു മീഡിയം ലെങ്ത് എക്സസൈസിന് വേണ്ടി ആയതുകൊണ്ടാണ്. ഫോർ എക്സാമ്പിൾ 400 meter സ്പ്രിൻറ്റിങ്. നേരത്തെ നമ്മൾ 100 meter സ്പ്രിൻറ്റിങ്ങിന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു എനർജി സോഴ്സ് വേണമായിരുന്നു. ഇവിടെ പറയുന്നത് 400 meter സ്പ്രിൻറ്റിങ്ങിനാണ്. അതെന്ന് വെച്ചാൽ ഒരു മീഡിയം ലെങ്ത് ആണല്ലേ. അതുപോലെ തന്നെ ഇൻറ്റൻസ് വെയിറ്റ് ലിഫ്റ്റിംഗ് അതുപോലെ തന്നെ സർക്യൂട്ട് ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താ കോൺസിക്യൂട്ടീവായിട്ട് കുറേ റെപ്പ് ഓരോ തരം എക്സസൈസ് ഒരു സൈക്കിള് പോലെ ചെയ്യുന്നതിനെയാണ് നമ്മൾ സർക്യൂട്ട് ട്രെയിനിങ് എന്ന് പറയാം. അതൊക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലാക്റ്റിക് ആസിഡ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താ, ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഓക്സിജൻ റിക്വയർമെൻറ്റ് വരുന്നില്ല. അതുപോലെ തന്നെ ഇതൊരു മീഡിയം ലെങ്ത് എക്സസൈസിന് യൂട്ടിലൈസ് ചെയ്യുന്നൊരു എനർജി സിസ്റ്റം, ആ ഒരു ടൈമിൽ യൂസ് ചെയ്യുന്നൊരു എനർജി സിസ്റ്റമാണ് ഇത്. അതുപോലെ തന്നെ ഇതൊരു ഹൈ ഇൻറ്റൻസിറ്റി കാറ്റഗറിയിൽ വരുന്നു. 10 seconds to 2 minutes വരെയാണ് ഇതിൻ്റെ ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ 400 meter സ്പ്രിൻറ്റിങ് ആൻഡ് ഇൻറ്റൻസ് വെയിറ്റ് ലിഫ്റ്റിംഗ് ആൻഡ് സർക്യൂട്ട് ട്രെയിനിങ്. ഇതൊക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. അടുത്തത് എയറോബിക് ഓർ ഓക്സിഡേറ്റീവ് സിസ്റ്റം. ആ ഒരു പേരിൽ തന്നെ അതിൻ്റെ എല്ലാ മീനിങ്ങും ഉണ്ട്. ഇവിടെ എന്താ എയറോബിക് എന്ന് പറയുമ്പോൾ എന്താ ഓക്സിജൻ റിക്വയർഡ് ആണ്. നേരത്തെ പറഞ്ഞ രണ്ടെണ്ണം, അതായത് ATPPCൻ്റെ അകത്തും ലാക്റ്റിക് ആസിഡ് സിസ്റ്റത്തിൻ്റെ അകത്തും ആ പറയുന്ന രണ്ട് സിസ്റ്റത്തിൻ്റെ അകത്തും ഓക്സിജൻ്റെ റിക്വയർമെൻറ്റ് ഇല്ല. പക്ഷേ ഈ ഒരു സിസ്റ്റത്തിനകത്ത്, ഈ ഒരു എനർജി സിസ്റ്റത്തിൻ്റെ അകത്ത് ഓക്സിജൻ റിക്വയർമെൻറ്റ് ഉണ്ട്. ഇറ്റ് യൂസസ് ഓക്സിജൻ ടു ജനറേറ്റ് ATP, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്സ് ആൻഡ് ഫ്രം കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്സ് ആൻഡ് പ്രോട്ടീൻ. നമ്മൾ കഴിക്കുന്ന ഫുഡാണല്ലേ കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്സ്. അതിൻ്റെ ഈ പറഞ്ഞ ഫുഡിനകത്ത് ഈ പറഞ്ഞ കാർബോഹൈഡ്രേറ്റും ഫാറ്റ്സും പ്രോട്ടീൻസും ഒക്കെ ഉണ്ടാവുമല്ലോ. ഇതിനൊക്കെ എന്താ ഓക്സിജൻ്റെ പ്രസൻസിൽ ബ്രേക്ക് ചെയ്തിട്ട് ATP റിലീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ലോങ് ഡിസ്റ്റൻസ് എക്സസൈസ്. അതായത് ഈ ഒരു എനർജി സിസ്റ്റം നാളെ ബോഡിനകത്ത് വർക്ക് ചെയ്യുന്നത് മെയിനായിട്ട് ലോങ് ഡിസ്റ്റൻസ് എക്സസൈസിനും അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം മാരത്തോൺ, റണ്ണിങ്, സൈക്ലിംഗ്, ഇതിനൊക്കെ എന്താ കുറച്ചധികം ടൈം എടുക്കുന്ന ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആണല്ലേ. അപ്പോൾ അങ്ങനെ കുറച്ചധികം സമയം വേണ്ടി വരുന്നതിന് ചെറിയ രീതിയിൽ നമ്മളെ ബോഡീൻ്റെ അകത്ത് ATPs ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ലോങ് ടേം ആക്ടിവിറ്റി ആയതുകൊണ്ട് തന്നെ 3 minutes to ഇൻഡെഫിനിറ്റ് ടൈം. ഇതിനങ്ങനെ ഒരു ഇത്ര ഡെഫിനിറ്റ് ടൈം എന്നൊന്നുമില്ല, എത്ര ടൈം വേണ്ടിക്കലും എടുക്കാം. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് എന്ന് പറയുന്നത് ലോ ഇൻറ്റൻസിറ്റി കാറ്റഗറിയിൽ വരുന്ന ഒരു എനർജി സിസ്റ്റമാണ്. അതുപോലെ തന്നെ
ഇറ്റ് പ്രൊഡ്യൂസസ് മോസ്റ്റ് എ ടി പി ബട്ട് അറ്റ് സ്ലോവർ റേറ്റ്. ഇവിടെ എന്താ ഒരുപാട് എ ടി പി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേങ്കിൽ എന്താ ചെറിയൊരു റേറ്റ്, ലോവർ റേറ്റിൽ മാത്രമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 3 എനർജി സിസ്റ്റം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് നമുക്ക് കിടക്കാം. ഫിസിയോളജിക്കൽ എഫക്ട്സ് ഓഫ് എക്സസൈസ്. അതായത് നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് വഴി നമ്മളെ ബോഡിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്, അല്ലെ നമ്മളെ ബോഡിയെ ഈ പറയുന്ന എക്സസൈസ് എങ്ങനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എക്സസൈസ് ഹാസ് ന്യൂമറസ് എഫക്റ്റ് ഓൺ ഡിഫറെൻറ്റ് സിസ്റ്റം ഓഫ് അവർ ബോഡി. നമുക്ക് അറിയാം നമ്മളെ ബോഡിയിൽ ഒരുപാട് സിസ്റ്റം ഉണ്ടല്ലേ. എന്താ ഇപ്പം കാർഡിയോ വസ്കുലർ സിസ്റ്റം ഉണ്ട്, അതുപോലെ തന്നെ റെസ്പിറേറ്ററി സിസ്റ്റം ഉണ്ട്, ഡൈജസ്റ്റീവ് സിസ്റ്റം, അങ്ങനെ ഓരോ സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ ഓരോ സിസ്റ്റത്തിനെയും ഇതെങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അല്ലെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് എന്നാണ് പഠിക്കാനുള്ളത്. അതിൻ്റെ അകത്ത് ദർ ഈസ് എ എഫക്റ്റ് ക്യാൻ ബി അക്യൂട്ട്, ചെറിയൊരു ടൈമിലേക്ക് ബാധിക്കുന്ന ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ലോങ് ടേം ക്രോണിക് ആയിട്ട് ബാധിക്കുന്ന കാര്യങ്ങളുമുണ്ട്. അപ്പോൾ എനർജി സിസ്റ്റം അടുത്തത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഇതിൻ്റെ അകത്ത് പറയാനുള്ളത് കാർഡിയോ വസ്കുലർ സിസ്റ്റം, എഫക്ട്സ് ഓൺ കാർഡിയോ വസ്കുലർ സിസ്റ്റം. കാർഡിയോ വസ്കുലർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഹാർട്ട് റിലേറ്റഡ് ആണ്, അല്ലെ. കാർഡിയോ ഹാർട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് അക്യൂട്ടായിട്ട് ലോങ് ടേമിൽ ഷോർട്ട് ടേം ആയിട്ട് കാണപ്പെടുന്ന ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻക്രീസസ് ഹാർട്ട് റേറ്റ്, സ്ട്രോക്ക് വോളിയം ആൻഡ് കാർഡിയാക് ഔട്ട്പുട്ട്. അതായത് നമുക്കറിയാം നമ്മൾ എക്സസൈസ് ചെയ്യുന്ന വഴി നമ്മളെ പാൽപിറ്റേഷൻ എക്സസൈസ് ചെയ്യുന്ന ടൈം കുറച്ചും കൂടെ കൂടുതലായിരിക്കും, അല്ലേ. അതായത് ഹാർട്ട് റേറ്റ് എന്ന് പറഞ്ഞാൽ ഹാർട്ട് അടിക്കുന്ന ആ ഒരു കണ്ടീഷൻ നമ്മൾ ഈ പറഞ്ഞ എക്സസൈസ് ചെയ്യുന്ന ടൈം കൂടുതലായിരിക്കും, അല്ലേ. പക്ഷെ ആ ഒരു എക്സസൈസ് ചെയ്യുന്ന സമയം മാത്രമാണല്ലേ ഈ പറയുന്ന എന്തായിരുന്നു ഹാർട്ട് റേറ്റ് കൂടുക എന്നുള്ളത് കാണപ്പെടുന്നത്. അല്ലാത്ത ടൈമിലെല്ലാം നമ്മൾ നോർമൽ ആയിരിക്കും. ഓക്കെ, ഇനി അപ്പം അടുത്ത ക്രോണിക് ആയിട്ട്, അതായത് ലോങ് ടേം ആയിട്ട് കാണപ്പെടുന്ന എഫക്ട്സുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ സ്ട്രെങ്തൻ ദ ഹാർട്ട് മസിൽ. അതായത് റെഗുലർ ആയിട്ടൊരു എക്സസൈസ് ചെയ്യുന്ന ഒരു പേഴ്സൻ്റെ ഹാർട്ട് മസിൽസ്, അതായത് നമ്മളെ ഹാർട്ട് അറിയാം ഒരു മസ്കുലർ ഓർഗൻ ആണ്. അപ്പോൾ പറയുന്ന ഹാർട്ട് മസിൽസ് എന്താ സ്ട്രെങ്തൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ റെഡ്യൂസ് ദ റെസ്റ്റിംഗ് ഹാർട്ട്. അതായത് റെസ്റ്റിംഗ് ഹാർട്ട് എന്ന് പറയുന്ന കണ്ടീഷൻ നമ്മളെ ഹെൽത്തിന് തീരെ നല്ലതല്ലേ, ഹാർട്ടിൻ്റെ ഹെൽത്തിന് തീരെ നല്ലതല്ലാത്തൊരു കണ്ടീഷനാണ് റെസ്റ്റിംഗ് ഹാർട്ട് എന്ന് പറയുന്നത്. അതായത് ഹാർട്ട് എന്ന് പറയുന്നത് എന്താ എപ്പോഴും നോൺ സ്റ്റോപ്പ് ആയിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു ഓർഗൻ ആണല്ലേ. അതുകൊണ്ട് ആ റെഡ്യൂസ് ദ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ്. അതുപോലെ തന്നെ ഇംപ്രൂവ് സർക്കുലേഷൻ. നമുക്കറിയാം എക്സസൈസ് ചെയ്യുന്ന വഴി നമ്മളെ ബോഡീൻ്റെ അകത്തുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടും, അല്ലേ. അതുകൊണ്ട് തന്നെ ഇതെന്താ നമ്മളെ ഹാർട്ടിൻ്റെ അകത്തുള്ള സർക്കുലേഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഇംപ്രൂവ്ഡ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇനി അടുത്തത് എഫക്ട്സ് ഓൺ റെസ്പിറേറ്ററി സിസ്റ്റം. അടുത്തത് ഇതാണ് റെസ്പിറേറ്ററി സിസ്റ്റം. നമുക്കറിയാം നമ്മൾ ശ്വസന പ്രക്രിയനകത്ത് എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം അക്യൂട്ടായിട്ട് കാണപ്പെടുന്ന കാര്യങ്ങൾ, ഷോർട്ട് ടേം ആയിട്ട് കാണപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ഇൻക്രീസ്ഡ് ബ്രീത്തിങ് റേറ്റ്, ടൈഡൽ വോളിയം ആൻഡ് ഓക്സിജൻ ഇൻടേക്ക്. നമുക്കറിയാം നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നേരത്തെ ഹാർട്ട് റേറ്റ് കൂടുന്നത് പോലെ തന്നെ നമ്മൾ ശ്വസിക്കുന്നതും എന്താ നല്ല രീതിയിൽ എന്താ ആ ഒരു എക്സസൈസ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ നന്നായിട്ട് ബ്രീത്ത് ചെയ്യുക, നല്ല രീതിയിൽ ബ്രീത്ത് ചെയ്യും. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ഓക്സിജൻ ഇൻടേക്ക് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി നോർമലായിട്ടൊരു കണ്ടീഷനെയും കാട്ടി കൂടുതലായിരിക്കും എക്സസൈസ് ചെയ്യുന്ന ടൈമിൽ, ആ ഒരു ചെറിയൊരു ടൈമിൽ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത അതിൻ്റെ ക്രോണിക് ആയിട്ടുള്ള എഫക്ട്സുകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംപ്രൂവ്ഡ് ലങ് കപ്പാസിറ്റി, ബെറ്റർ ഓക്സിജൻ യൂട്ടിലൈസേഷൻ ആൻഡ് സ്ട്രോങ് റെസ്പിറേറ്ററി മസിൽസ്. അതായത് നമുക്ക് എക്സസൈസ് ചെയ്യുന്നവരുടെ ലങ്സിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ഹൈ ആയിരിക്കും, അല്ലേ. നല്ല രീതിയിൽ അവർക്ക് ബ്രീത്തിങ് കപ്പാസിറ്റി ഉണ്ടാവും. അതുപോലെ തന്നെ ബെറ്റർ ഓക്സിജൻ യൂട്ടിലൈസേഷൻ, നമ്മൾ ശ്വസിക്കുന്ന മീൻസ് അത്രയ്ക്ക് റിച്ച് ആയിട്ടുള്ള ഓക്സിജനെ നമ്മളെ ബോഡീൻ്റെ ഡിഫറെൻറ്റ് പാർട്ടിലേക്ക് അതിനെ സപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ സ്ട്രോങ് റെസ്പിറേറ്ററി മസിൽസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഒരുപാട് എഫക്ട്സുകൾ എക്സസൈസ് ചെയ്യുന്ന വഴി നമുക്ക് കിട്ടുന്നതായിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് എഫക്റ്റ് ഓൺ മസ്കുലാർ സിസ്റ്റം. മസ്കുലാർ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം മസിൽസിനെയാണ് ഇൻവോൾവ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് അക്യൂട്ട് ആയിട്ടുള്ള എഫക്ട്സ് എന്ന് പറയുന്നത് ഇൻക്രീസ് മസിൽ ടെമ്പറേച്ചർ, ബ്ലഡ് ഫ്ലോ, കോൺട്രാക്ഷൻ എഫിഷ്യൻസി. അതായത് മസിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മൾ നല്ല രീതിയിൽ എന്താ വേർക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നല്ല നമ്മുടെ ബോഡി ഒരു ഹീറ്റിംഗ്, ഒരു ബേണിംഗ് സെൻസേഷൻ നമുക്ക് ഫീൽ ചെയ്യും. അതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മസിൽസിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ മസിൽസ് ഇൻവോൾവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടെ എന്താ ബ്ലഡ് ഫ്ലോ എന്ന് പറയുന്നത് കൂടുന്നു. അതുപോലെ തന്നെ കോൺട്രാക്ഷൻ എഫിഷ്യൻസി, നമുക്കറിയാം നമ്മളെ മസിൽസ് കോൺട്രാക്ട് റിലാക്സും ചെയ്യുക. അപ്പോൾ അതിൻ്റെ എഫിഷ്യൻസി കുറച്ചും കൂടെ
ഇംപ്രൂവ്ഡ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ ക്രോണിക് ആയിട്ടുള്ള എഫക്ട്സ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ്ഡ് മസിൽ സ്ട്രെങ്ത് ആൻഡ് എൻഡ്യൂറൻസ്. അതായത് നമുക്ക് ഈ പറഞ്ഞ സ്ട്രെങ്ത്, മസിൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി എക്സസൈസ് ചെയ്യാത്ത ഒരാളെ വെച്ച് നോക്കുകയാണെങ്കിൽ മസിൽസ് ഈ പറഞ്ഞ എക്സസൈസ് ചെയ്യുന്നവർക്ക് അത്യാവശ്യം മസിൽ എൻഡ്യൂറൻസും അതുപോലെ തന്നെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അത്യാവശ്യം ഹൈ ആയിരിക്കും അല്ലെ, കുറച്ചും കൂടി ഇൻക്രീസ്ഡ് ആയിട്ടുള്ളൊരു കണ്ടീഷൻ ആയിരിക്കും. അതുപോലെ തന്നെ ഹൈപ്പർ ട്രോഫി, അതായത് മസിൽ ഗ്രോത്ത് എന്ന് പറയുന്നതും ഇൻക്രീസ്ഡ് ആയിട്ടുള്ളൊരു കണ്ടീഷൻ ആയിരിക്കും എക്സസൈസ് ചെയ്യുന്നവരുടെ കേസിൽ. അതുപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി, കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആയിരിക്കും അല്ലെ. അടുത്തത് എഫക്ട്സ് ഓൺ മസ്കുലർ, അടുത്തത് എഫക്ട്സ് ഓൺ സ്കെൽറ്റൽ സിസ്റ്റം. സ്കെൽറ്റൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അസ്ഥി അല്ലെ ബോൺ റിലേറ്റഡ് ആണ്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള അക്യൂട്ട് ആയിട്ടുള്ള ചേഞ്ചസ് അല്ലെ എഫക്ട്സ് എന്ന് പറയുന്നത് ടെമ്പററി ഇൻക്രീസ് ഇൻ ബോൺ സ്ട്രെസ്. ബോൺ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എക്സസൈസ് ചെയ്യുന്ന ടൈം നമ്മളെ ബോൺസ് എന്താ, നമ്മളെ നല്ല വെയിറ്റ് ഒക്കെ എടുത്ത് പുഷ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ കമ്പാരിറ്റീവ്ലി നമ്മളെ ബോൺസിൽ എന്താ ഒരു സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യുക, ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുക അല്ലേ. അതിനെയാണ് അവിടെ ബോൺ സ്ട്രെസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജോയിന്റ് ലൂബ്രിക്കേഷൻ. ജോയിന്റ് ലൂബ്രിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ജോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ രണ്ട് ബോൺസ് ജോയിന്റ് ചെയ്യുന്ന സ്ഥലത്തിന് നമ്മൾ ജോയിന്റ് എന്ന് പറയും. മീൻസ് അത് അതിൻ്റെ ഇടയിൽ കാണപ്പെടുന്ന ഒരു സ്പേസിനെയാണ് നമ്മൾ ജോയിന്റ് എന്ന് പറയുക. ആ ജോയിൻസിൻ്റെ ഇടയിൽ ചില ഫ്ലൂയിഡുകൾ ഉണ്ടാവും അല്ലേ. അതിൻ്റെ എന്തായിരുന്നു മൂവ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്ന, അതായത് ജോയിൻസിൻ്റെ മൂവ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്ന ഫ്ലൂയിഡുകൾ ഉണ്ടാവും. ഈ പറയുന്ന ഫ്ലൂയിഡിൻ്റെ റേറ്റ് അവിടെ എന്താ, ഫ്ലൂയിഡ് കുറച്ചും കൂടെ റെഡ്യൂസ്ഡ് ആയിട്ടുള്ളൊരു കണ്ടീഷനിൽ ഈ പറഞ്ഞ എക്സസൈസ് ചെയ്യുന്ന ടൈമിൽ മാത്രമാണ്, ആ ഒരു ചെറിയൊരു പീരീഡ് ഓഫ് ടൈമിൽ മാത്രം അവിടുത്തെ ഈ ജോയിൻറ്റിൻ്റെ ഇടയിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അതിനാണ് അവിടെ ജോയിൻറ്റ് ലൂബ്രിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്രോണിക് ആയിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ക്രോണിക് ആയിട്ടുള്ള എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇൻക്രീസ് ബോൺ ഡെൻസിറ്റി. അതായത് നമ്മുടെ ബോൺ ഡെൻസിറ്റി എന്ന് പറയുന്നത് കുറച്ചും കൂടെ കൂടുതലായിരിക്കും അല്ലേ. അത് എല്ലിൻ്റെ കട്ടി അല്ലെ ശക്തി എന്ന് പറയുന്നത് കുറച്ചും കൂടി കൂടുതലായിരിക്കും. ആൻഡ് സ്ട്രോങ്ങർ ലിഗമെൻറ്റ്സ്. ലിഗമെൻറ്റ്സ് എന്താണെന്ന് അറിയാം, നമ്മളെ ബോൺസിനെയും മസിൽസിനെയും കണക്ട് ചെയ്യുന്ന പാർട്ടാണ് ലിഗമെൻറ്റ്സ്. അപ്പോൾ അത് കമ്പാരിറ്റീവ്ലി എക്സസൈസ് ചെയ്യുന്നവരുടെ ലിഗമെൻറ്റ്സ് കമ്പാരിറ്റീവ്ലി സ്ട്രോങ് ആയിരിക്കും. ആൻഡ് റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ഓസ്റ്റിയോപോറസിസ്. ഓസ്റ്റിയോപോറസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ തൈമാനം എന്നെല്ലാം കേട്ടിട്ടില്ലേ. തൈമാനമൊക്കെ സംഭവിക്കാൻ കാരണം ഇപ്പം എന്താ, അതായത് എല്ലിന് ബലമില്ലാത്തൊരു കണ്ടീഷൻ അല്ലെ, എല്ല് തയഞ്ഞു പോവുക. അതെന്ന് വെച്ചാൽ ആ ഒരു കണ്ടീഷൻ വരുന്നത് എന്തുകൊണ്ടാണ്, ഈ പറയുന്ന എല്ലിന് ബലമില്ലാത്തൊരു കണ്ടീഷൻ ഉള്ളത് കൊണ്ടല്ലേ. അപ്പോൾ ഓസ്റ്റിയോപോറസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഇല്ലാതാക്കാൻ വേണ്ടി ഈ പറഞ്ഞ എക്സസൈസ് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതായത് എക്സസൈസ് ചെയ്യുന്ന വഴി നമ്മളെ ബോൺ ഡെൻസിറ്റി കൂടുകയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താ ഈ ഒരു തൈമാനം അതുപോലെ തന്നെ ബോണ് പൊടിഞ്ഞു പോവുക അല്ലെങ്കിൽ എല്ലിന് ബലമില്ലാത്തൊരു കണ്ടീഷൻ അതൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇനി അടുത്തത് എഫക്ട്സ് ഓൺ ദ നെർവസ് സിസ്റ്റം. നമുക്കറിയാം നമ്മളിപ്പം ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഫുട്ബോൾ കളിക്കാരനെയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവരുടെ കോർഡിനേഷൻ ആൻഡ് റിഫ്ലെക്സ് എന്നൊക്കെ പറയുന്നത് കുറച്ച് കമ്പാരിറ്റീവ്ലി ഹൈ ആയിരിക്കും. എന്തുകൊണ്ടായിരിക്കും, കാരണം അവർ പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്യുന്നുണ്ട് അല്ലേ, പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ട്, ഓൺ ടൈമിൽ അവർ എക്സസൈസ് ചെയ്യുന്നതുകൊണ്ടാണ് അവരുടെ കോർഡിനേഷനും റിഫ്ലെക്സ് ഒക്കെ എന്താ എല്ലാം സഡൻ ആയിരിക്കും, എല്ലാം പെട്ടെന്ന് അവരെ സ്റ്റിമുലസും റെസ്പോൺസൊക്കെ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഒരു നോർമലായിട്ടുള്ളൊരു പേഴ്സണെയും കാട്ടിയും കമ്പാരിറ്റീവ്ലി ഹൈ ആയിരിക്കും അല്ലേ, കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ന്യൂറോൺസും നേഴ്സൊക്കെ ഇൻവോൾവ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളെന്താ കോർഡിനേഷനും റിഫ്ലെക്സ് ഒക്കെ എന്താ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സസൈസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് എഫക്റ്റ് ഓൺ എൻഡോക്രൈൻ സിസ്റ്റം. എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹോർമോൺസ് ഗ്ലാൻസ് ഒക്കെയാണ് അതിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്യുന്നത്. സോ ഹിയർ ഇറ്റ് ഹെൽപ്സ് ടു റിലീസ് ഓഫ് ഹോർമോൺസ് ലൈക്ക് അഡ്രിനാലിൻ ആൻഡ് കോർട്ടിസോൾ. അഡ്രിനാലിൻ ആൻഡ് കോർട്ടിസോൾ നമുക്കറിയാം നമ്മളെ ബോഡീനകത്ത് ഏറ്റവും മേജർ റോൾ വഹിക്കുന്ന ഒരു രണ്ട് ഓർഗൻസ് ആണ് അഡ്രിനാലിനും കോർട്ടിസോൾ എന്ന് പറയുന്നത്. അതായത് അഡ്രിനാലിൻ എന്നൊക്കെ പറയുന്നത് നമ്മളെന്താ ബോഡീനകത്തുള്ള ബ്ലഡിൻ്റെ പ്രഷർ അതുപോലെ തന്നെ ബ്ലഡ് ഫ്ലോ ഒക്കെ റെഗുലേറ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ കോർട്ടിസോൾ എന്ന് പറയുന്നത് സ്ട്രെസ് ഹോർമോണാണ്. അപ്പോൾ നമ്മുടെ ബോഡീനകത്ത് ഉണ്ടാകുന്ന സ്ട്രെസ്സിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. എക്സസൈസ് ചെയ്യുന്ന വഴി ഈ പറഞ്ഞ അഡ്രിനാലും കോർട്ടിസോളൊക്കെ നല്ല രീതിയിൽ റിലീസ് ആവും. ഈ പറഞ്ഞ ഹോർമോൺസ് റിലീസ് ചെയ്യുന്ന വഴി നമ്മളെ ബോഡീൻ്റെ അകത്തുള്ള സ്ട്രെസ്സ് അതുപോലെ തന്നെ ബ്ലഡ് പ്രഷറിൻ്റെ റേറ്റ് അതൊക്കെ എന്താ നമുക്കൊന്ന് നോർമലൈസ് ആവാനോ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇത് ഈ പറഞ്ഞ ഹോർമോൺസ് ഹെൽപ്പ് ചെയ്യും.
അതുപോലെ തന്നെ ലോങ് ടേം എക്സസൈസ് ഇംപ്രൂവ് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ആൻഡ് ഹെൽപ്സ് ടു റെഗുലേറ്റ് മെറ്റബോളിസം. നമുക്കറിയാം നമ്മൾ ഒട്ടുമിക്ക ആൾക്കാരും ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഒബീസിറ്റി, പ്രമേഹം എന്ന് പറയുന്നത് അല്ലേ. അതെന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർ ആയിട്ടൊരു ഫുഡ് യൂട്ടിലൈസേഷൻ ഇല്ലാതെ അതൊക്കെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള റെഗുലർ ആയിട്ടുള്ള എക്സസൈസ് ഇല്ലാത്തവർക്കൊക്കെയാണ് കൂടുതലായിട്ട് ഒബീസിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവുക. അപ്പോൾ ലോങ് ടേം എക്സസൈസ് ചെയ്യുന്നവർക്കെല്ലാം ഈ പറഞ്ഞ ഇൻസുലിൻ്റെ ഒരു ഇംബാലൻസ്, ആ ഒരു ഇംബാലൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ ഈ പറഞ്ഞ മെറ്റബോളിസം, അതായത് ഈ പറഞ്ഞ ഡയജഷൻ പോലെയുള്ള പ്രക്രിയയെല്ലാം കുറച്ചും കൂടെ റെഗുലേറ്റ് ചെയ്യാനും ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു കണ്ടീഷൻ നമുക്ക് ബോഡിയിൽ ഉണ്ടാക്കാനൊക്കെ എന്താ ഈ എക്സസൈസ് ഒക്കെ ചെയ്യുന്ന വഴി നമുക്ക് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് എഫക്ട്സ് ഓഫ് എക്സസൈസ്, ഫിസിയോളജിക്കൽ എഫക്ട്സ് ഓഫ് എക്സസൈസ് എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ കാർഡിയോവസ്കുലർ സിസ്റ്റത്തിനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നുള്ളത് പഠിച്ചു. പിന്നെ റെസ്പിറേറ്ററി സിസ്റ്റം പഠിച്ചു. റെസ്പിറേറ്ററി സിസ്റ്റത്തെ അതെങ്ങനെ എഫക്ട് ചെയ്യും. അതുപോലെ തന്നെ മസ്കുലർ സിസ്റ്റം, സ്കെൽട്ടൽ സിസ്റ്റം, നെർവസ് സിസ്റ്റം, അതുപോലെ തന്നെ എൻഡോക്രൈൻ സിസ്റ്റം. അങ്ങനെ ഇത്രത്തോളം സിസ്റ്റത്തിനകത്ത് എങ്ങനെയാണ് അത് ബാധിക്കുന്നത്, ഏതൊക്കെ രീതിയിലാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എനർജി സിസ്റ്റം നമ്മൾ മെയിനായിട്ട് 3 എനർജി സിസ്റ്റം ഉണ്ട്, അതും പഠിച്ചു. ഓക്കെ, താങ്ക് യു.